ഹലോ, അപ്പോൾ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാൻ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു 10 മിനിറ്റേ ഉള്ളൂ അമ്പലത്തിലോട്ട്. ആക്ച്വലി ഇവിടേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാലത്ത് അവിടെയെങ്ങാടും കൊടുങ്ങല്ലൂരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റല്ല, അപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. നല്ല തിരക്കായിരുന്നു. ഒന്നാമത് മണ്ഡല മാസമാണല്ലോ, അപ്പോൾ നമുക്ക് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദേവസ്വത്തിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ 8:30 നട അടയ്ക്കും, 8:30 ഗുരുതി തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോൾ 8:45. പക്ഷേ ശീവേലി കഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഭഗവാനെ നമ്മൾ ഇറക്കുന്നത് നമുക്കൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ശീവേലിയും കാര്യങ്ങളൊക്കെ നമ്മൾ തൊഴുത്, പിന്നെ എന്ന് വെച്ചാൽ ഗുരുതിക്ക് നമുക്ക് അവിടെ കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് താഴോട്ട് അവിടെ ഇരിക്കാനൊക്കെ സ്പേസ് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ശീവേലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗുരുതിക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഓൾമോസ്റ്റ് ഫില്ലാണ് കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഗോകുവിന് കുറേ നേരത്തെ വെള്ളം ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഗുരുതിക്ക് കഴിയാനൊന്നുമില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭഗവാനൊക്കെ തൊഴുത്, പിന്നെ മെയിനായിട്ട് പൈസ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഇതവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻ്റാണ് കേട്ടോ. എന്തോ ഐസ്ബർഗ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അങ്ങനെ അവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ അവരോട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇച്ചിരി ടൈം എടുത്തു നമുക്ക് ഫുഡ് കിട്ടാനായിട്ട്. പക്ഷേ അവർ നോർമലി ഫുഡ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഡ്രിങ്ക്സ് കൊണ്ടുവരിക. പക്ഷേ ഡ്രിങ്ക്സ് ആദ്യം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഗോകു കഴിച്ചത് ഷവർമയും ഞാൻ കഴിച്ചത് ബ്രോസ്റ്റഡ് ചിക്കനും ആയിരുന്നു. ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട്, ബട്ട് കൊള്ളായിരുന്നു.